5 × 5 25 കളങ്ങൾ സമയത്തിന് സെറ്റ് ചെയ്തു. അതുപോലെ 1 മുതൽ 25 വരെ നമ്പറുകൾ ഞാനിവിടെ എഴുതി. ഈ 25 നമ്പറും ഈ ഓരോ കളത്തിലും വെക്കാനേ ഉള്ളൂ, വേഗം കഴിയുന്ന. പക്ഷേ ഒരു പസിലാവുന്നു, അതിന് ചില കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ കണ്ടീഷൻ പറയാം. സാറേ, നമ്മൾ 1 2 3 4 4 മൂലയിലുള്ള 4 വീതം കളങ്ങൾ. അപ്പോൾ 1 2 3 4 ഇവിടെയും 1 2 3 4 1 2 3 4 1 2 3 4 ഈ 4 കളങ്ങളിലെയും തുക ഒരേ സമയം ഒരു ക്യൂബിക് നമ്പറും ആവണം, ഒരു സ്ക്വയർ നമ്പറും ആവണം. സംഖ്യ ഏതാണെന്ന് പറയുന്നില്ല. ഓക്കെ സാറേ, തീർന്നില്ല. ഇതാ ഈ 5 സംഖ്യകൾ കൂട്ടിയാലും അതേ നമ്പർ കിട്ടണം, ഈ 5 എണ്ണം കൂട്ടിയാലും അതേ നമ്പർ കിട്ടണം, ഇവിടെ കൂട്ടിയാലും അതേ നമ്പർ കിട്ടണം, ഇവിടെ കൂട്ടിയാലും അതേ നമ്പർ കിട്ടണം. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ നമ്പർ 8 തരത്തിലും നമുക്ക് കിട്ടണം. ഓക്കെ, നമ്പർ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി പറയാം സാറേ, അത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പറയാം സാറേ, സ്ക്വയർ നമ്പറും ക്യൂബിക് നമ്പറും ചേർന്ന് വരുന്ന ആദ്യത്തെ സംഖ്യ 64 അപ്പോൾ 64 ഈ 4 എണ്ണത്തിലും കിട്ടേണ്ട, ഇവിടെയും 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 ഇങ്ങനെ തീർന്നില്ല. കണ്ടീഷനൊന്നും കൂടെയുണ്ട്. ഇത് മധ്യഭാഗത്തെ നിര, ഇവിടെയുള്ള 5 എണ്ണം കൂട്ടിയാൽ സ്ക്വയർ നമ്പർ കിട്ടണം. മധ്യഭാഗത്തെ വരി, ഇവിടെയുള്ള 5 എണ്ണം കൂട്ടിയാൽ ട്രയാങ്കുലർ നമ്പർ കിട്ടണം. ഇത്രയും കണ്ടീഷൻ. അപ്പോൾ എത്ര കണ്ടീഷൻ പറഞ്ഞ്? 10 കണ്ടീഷൻ പറഞ്ഞു. 8 + 2 10 കണ്ടീഷൻ. അപ്പോൾ ചെയ്യാനുള്ള ഒരു സൂചന പിന്നെ നമ്മൾ കൊടുക്കുകയാണ്. സാറേ, ഇത് പിന്നെ എളുപ്പത്തിൽ കണ്ടെത്താനുള്ള ഒരു സൂചന ഞാൻ തരാം. ഈ സ്ക്വയറിൻ്റെ 4 മൂലകളിലും 4 സ്ക്വയർ നമ്പറുകളാണ്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള സംഖ്യ ഒരേ സമയം ക്യൂബിക് നമ്പറുമാണ്, ട്രയാങ്കുലർ നമ്പറുമാണ്, സ്ക്വയർ നമ്പറുമാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്പർ ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് എടുക്കുക. ഏതാ? 1. അപ്പോൾ ഈ 3 എണ്ണവും ചേർന്ന് വരുന്ന ഒരു സംഖ്യ ഇത് മാത്രമേ ഉള്ളൂ ഈ കൂട്ടത്തിൽ. ഓക്കെ, ഇനി സ്ക്വയർ നമ്പറാണ് 4 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ 4 എണ്ണം അതിൽ കൂട്ടത്തിൽ ഏറ്റവും ചെറുതെടുക്കുക. 4 എടുത്ത് പുറത്താണേ വെക്കുന്നത്. 9, പിന്നെ 16, 25. ഓക്കെ, ഈ 4 എണ്ണം നമ്മൾ പുറത്ത് വെച്ച്. ഇനി പറയാൻ നോക്കാം. സാറേ, ഇതിനൊരു ക്രമം വേണ്ടേ? അപ്പോൾ ഞാനൊരു ക്രമത്തിൽ വെക്കുകയാണ്. ആദ്യം ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഈ ഇടത്തെ മേലെയുള്ള മൂലയിൽ വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ക്ലോക്ക് വൈസായിട്ട് വലുതാക്കി വെക്കുകയാണ്. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരേണ്ട ഇതിൻ്റെ തൊട്ട വലുത്. യെസ്, അതിനൊരു ക്രമം വേണമെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ 16 വെക്കുന്നത്, ഇവിടെ 25 വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം എത്ര എണ്ണം വെച്ച്? 25 എണ്ണം. 5 എണ്ണം. ഈ 5 എണ്ണം വെക്കുമ്പോഴേക്ക് ഞാൻ എന്തെല്ലാം വർത്താനം പറഞ്ഞെന്ന് കണ്ടല്ലോ. യെസ്, ഓരോന്ന് വെക്കുമ്പോൾ ഇതിന് ന്യായം പറയണം. ഇനി സാറേ, നമുക്കിവിടെ 4 ഉണ്ട്. അപ്പോൾ 4ൻ്റെ കൂടെ 60 കൂടെ വരണം. ഇവിടെ 3 കളങ്ങളാണ് ഒഴിവുള്ളത്. അപ്പോൾ 60നെ 3 കൊണ്ട് ഹരിച്ചാൽ ഇതെന്താ 20. അപ്പോൾ 3 20 ഉണ്ടായിട്ടുണ്ട്, എളുപ്പമായിരുന്നു. പക്ഷേ കഷ്ടകാലത്തിന് 1 ഉള്ളൂ. ഓക്കെ, ഞാൻ 1 ഇവിടെ വെക്കുകയാണ്. ഇനി അടുത്ത പറയുന്നത്, അടുത്ത പറ 20ൻ്റെ തൊട്ടപ്പുറം ഇപ്പുറം എന്ന് വെച്ചാൽ നമുക്ക് ഏട്ടനും അനിയനെന്ന് പറയാം. 20ൻ്റെ തൊട്ടപ്പുറത്തുള്ള 2 ആൾ കൂടിയാൽ 40 ആവില്ലേ? എന്നാ പറഞ്ഞ ഏതല്ല? 21. 21 എടുത്തിടോ. 21 90. വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ വെക്കും. ഇവിടെ 20 ആവാനും ഇവിടെ 19 ആവാനും ശ്രദ്ധിച്ചാൽ നമ്മളെ കൺഫ്യൂഷൻ കുറേ കുറഞ്ഞു. ഇനി പറ, ഇവിടെ 9 ആണ്. ഇവിടെ 4 ആയതുകൊണ്ടാണ് നമ്മൾ 20ലേക്ക് പോയത്. അങ്ങനെയാണോ? 9 ആണെങ്കിൽ 20 കൂടുമോ കുറയോ? കുറയും. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ 20 കുറഞ്ഞ 19 അവിടെ പോയി. ഇനി ഏതാ എടുക്കാനുള്ളത്? 18. അടുത്തത് പിന്നെ ഏതാ? ഇനി താഴോട്ട് കൊണ്ട 1 മേലെയുള്ള കൊടുക്കുക. 21 വരെ ഇവിടെ വന്നുകൊണ്ട് നമ്മൾ 22 ഇവിടെ വെക്കുന്നു. യെസ്. ഇനിയോ ഇതിൽ താഴെ വരാനുള്ള ഏതാ? 17 ആണല്ലോ അല്ലേ? പക്ഷേ ഇപ്പോൾ ഒന്ന് നോക്ക്, എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്ക്. വേഗം കൂട്ടി പറ. 22 18 40 40 17 57 9 66 2 കൂടി. 2 കൂടി. സാറേ, ഒന്നുകിൽ 22 ഒഴിവാക്കി 20 വെക്കാം. പക്ഷേ വെച്ചൂടാ. പറയുന്ന ഇല്ലെങ്കിൽ 18 ഒഴിവാക്കി 16 എടുക്കുക. പക്ഷേ അയാൾ ഇവിടെയുള്ള. ഇനി നിങ്ങൾ പറ, ഏതാ എടുക്കണ്ടേ? 17 ഒഴിവാക്കിയിട്ട് 15 എടുക്കുക. ഓക്കെ, യെസ്. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ 16 4 16 64. ഒരു 16 ഇവിടെ വന്ന്. ഇനി 16ൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തല്ലേ വരണ്ടേ? എന്നാ പറഞ്ഞോ, ഏതല്ല വരിക? 17 ഉണ്ടല്ലോ.
അല്ലേ? യെസ്, 17 നമ്മളിവിടെ വെച്ച്. ഇനിയോ, ഇനി കുറച്ച് വലുത് എടുക്കുക. 21, 22 വരെ വന്നിക്ക്. ഇനി ഏതാ അതിൻ്റെ മേലെ വരാനുള്ള 23. യെസ്, 23. ഇപ്പോൾ നോക്ക്, ഇനി എത്രയാണ് വേണ്ടതെന്ന് നോക്ക്. 8 ഉണ്ടോ നോക്ക്. യെസ്, 8 ഉണ്ട്. ശരി, ഇവിടെ 25 വന്നു. 25 കഴിച്ചിട്ട് ബാക്കി 39 വരേണ്ടത്. 39 എന്ന് പറഞ്ഞാൽ 39 3 കൊണ്ട് ഹരിച്ചാൽ 3 13 39. അപ്പോൾ 13. 13 എടുക്കാമല്ലോ. യെസ്, 13 എടുത്ത്. ഇനി തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഉള്ളല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഏട്ടനും അനിയനും ഒന്നും. ആ, ഇതാ 26. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആരാ? 13, 12. ഇനി ആരാ? 14 അല്ലേ? യെസ്, 14. ഇപ്പോൾ നോക്ക് നിങ്ങൾ, റെഡിയായോ ഒന്ന്? 64. ഇതും 64 അല്ലേ? ഇതും 64 അല്ലേ? ഇതും 64 അല്ലേ? ഇനി ഇവിടെ എത്ര വേണം നോക്ക് നിങ്ങൾ. വേണം, ഇത് പെട്ടെന്ന് കൂട്ടണം. 14, 19, 4, 23, 23, 22, 45, 45, 9. ആ, 45, 9, 54. അങ്ങനെയാണെങ്കിൽ എത്ര വരണോ? 54 അല്ലല്ലോ. വീഡിയോ കുഴപ്പമുണ്ടല്ലോ, ഒന്നും കൂടെ ഫുട്ടി കത്തിട്ടുണ്ടല്ലോ. 10. ആ, ഓക്കെ. ആ, 10 ഉണ്ടല്ലോ. മെല്ലെ അയാളവിടെ കയറ്റി വെക്കുക. ആ, ഇനി പറ, ഇവിടെ എത്ര വേണോ? 7 ഇത് കൂട്ടണോ? ഓനെ മുമ്പ് പെട്ടെന്ന് കൂട്ടണോ? 33, 33, 10, 43, 5, 48, 48, 9, 57, 57, 7, 64. ഇനി ഇത് വേഗം കൂട്ടാം. 25, 25, 10, 35, 2, 37, 37, 8, 45, 45, 10, 55, 6, 61. 61ൻ്റെ കൂടെ എത്ര വരണോ? 61, 3, 64. ഇവിടെ 24, 24, 24, 10, 34, 3, 37, 37, 10, 47, 57, 5, 58, 58, 58 നല്ലതാണ്. വേറെന്തോ ഇടിയോ കശക്കിയിട്ടുണ്ടല്ലോ നോക്കുന്നത്. 62. അപ്പോൾ എത്ര വേണോ? റെഡിയായില്ല. ഇനി ഇതെന്തെന്നേം പറഞ്ഞേ? സ്ക്വയറാണ്. അപ്പോൾ 10, 1, 11, 3, 14. 2 വെച്ചിട്ടുണ്ട്, 16 കിട്ടും. പക്ഷേ 2 ഓരോന്ന് വെക്കാനില്ലാലും. തൊട്ടടുത്ത സ്ക്വയർ നമ്പർ ഏതാണെന്ന് നോക്ക്. 16 കഴിഞ്ഞാൽ 25 ഇട്ടാൽ ഇവിടെ ഏതെങ്കിലും എടുത്താൽ മതിയോ നോക്ക്. 2 എണ്ണം. ഇതെന്താണ് കളിക്കുന്നത്? റെഡിയല്ലേ? ഇനി ഇവിടെ ഇപ്പോൾ എത്രയുണ്ട്? 7, 3, 10. ആ, 10 ഇതൊന്നും കൂട്ടി വെക്കും. 10, 24, 34, 14, 11, 44, 45. ട്രയാങ്കുലർ നമ്പറാണോ? ഉറപ്പാ? ആ, ഇതെല്ലാം അറിയണേ. ഇതാ റെഡിയാണ്. ആ, ഇനി നിങ്ങൾ ഹൈസ്കൂളിൻ്റെ കുറച്ച് സാധനവും കൂടെ ഈ കണ്ടീഷനിൽ കയറ്റുക കേട്ടോ. ഹൈസ്കൂളിൽ എന്തെല്ലാം ഇപ്പോൾ പുതുതായിട്ടുള്ളതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് ടീച്ചറെ 8, 9, 10 ക്ലാസ്സുകളിൽ ഉള്ള ഏതെങ്കിലും ചില സാധനം കൂടെ കയറ്റിയാൽ ഒരു നല്ല സാധനം. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് കള്ളി എന്നും വലുതാക്കാം. 6 × 6, 36 ആക്കാം. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കയറ്റാം. ബാക്കി ഇങ്ങോട്ട് വിട്ട് ഇങ്ങനെയാണ് അവതരണം. അതായത് ഇത്രയും ആൾ നിൽക്കുമ്പോൾ ഇത്രയും ശബ്ദം